ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയും ഹൈറസിനെ കുറിച്ച് തന്നെയാണ്. നമ്മളെല്ലാവരും ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ആ ഒരു തീരുമാനം ലാസ്റ്റ് കമ്പനി അറിയിച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് തള്ളി തള്ളി നീക്കുന്ന ഒരു വണ്ടിയാണെന്ന്. ആദ്യം ഇതിൻ്റെ അക്കൗണ്ടൊക്കെ ഫ്രീസ് ചെയ്തപ്പോൾ പറഞ്ഞത് 2 അല്ലെങ്കിൽ 3 ദിവസത്തിനിടയ്ക്ക് എല്ലാം ശരിയാവുമെന്നാണ് പറഞ്ഞത്. 2 അല്ലെങ്കിൽ 3 ദിവസം മാറ്റി പിന്നെ 20, 21, 22 എന്ന് പറഞ്ഞു. പിന്നെ അത് 21, 22, 23 പറഞ്ഞിട്ട് പിന്നെ ഒറ്റ ഏറായിരുന്നു 29ലേക്ക് ഒരു ഏറിഞ്ഞു. അപ്പോൾ അതിനിടയ്ക്കാണ് മാഡത്തിൻ്റെ വക ഒരു സർപ്രൈസ്. എല്ലാവർക്കും ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടിയിട്ട്, വെടി പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഇതാ നമ്മൾ 29 26-ാം തീയതി തന്നെ എല്ലാം ശരിയാക്കുന്നു എന്ന് പറഞ്ഞിരുന്നു. 26-ാം തീയതി ഇവർക്ക് പിന്നെയും വെടിപൊട്ടിക്കാനുള്ള അവസരം കിട്ടി. നമ്മുടെ എല്ലാവരുടെയും വാലറ്റിലുള്ള പൈസ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ആക്കാനുള്ള നെട്ടോട്ടത്തിലായിരുന്നു ഇവരൊക്കെ. അപ്പോൾ നമ്മൾ സാധാരണ കണ്ടുവരുന്നത് ഒരു ബാങ്ക് പൊട്ടിക്കഴിഞ്ഞാൽ, ഒരു ചിട്ടി കമ്പനി പൊട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണോ ആൾക്കാർ തിക്കും തിരക്കും ഉണ്ടാക്കുന്നത്, അതേ ഫീലായിരുന്നു ഇവരുടെ വിഡ്രോവൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഉറക്കമൊഴിച്ചിട്ടാണ് ഇവർ വിഡ്രോ കൊടുക്കുന്നത്. ഇവർക്കറിയായിരുന്നു ഇത് പൊട്ടാൻ പോവുകയാണ്. അപ്പോൾ എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അത് കിട്ടിക്കോട്ടെ എന്നുള്ള ഇതിലാണ് ആൾക്കാർ 12 മണിക്ക് അലാറം വെച്ച് എഴുന്നേറ്റിട്ട് ഇതിൽ വിഡ്രോവൽ കൊടുക്കുന്നു. 12:01 സ്റ്റോപ്പാകുന്നു. അപ്പോൾ 2 ദിവസമായിട്ട് ഇവർ ഉറക്കമൊഴിഞ്ഞിട്ട് വിഡ്രോവൽ കൊടുക്കുകയായിരുന്നു. പക്ഷേങ്കിൽ കമ്പനി എല്ലാം തന്നെ പ്രീ പ്ലാൻഡ് ആയിരുന്നു. ഇവരുടെ രോഷം തണുപ്പിക്കുക അല്ലെങ്കിൽ പരാതികൾ ഒഴിവാക്കുക എന്നുള്ള കാര്യമായിരുന്നു കമ്പനി പ്ലാൻ ചെയ്തിരിക്കുന്നത്. എന്നാൽ അതിലും ഒരു ട്വിസ്റ്റ് വന്നിരിക്കുകയാണ്. അതാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, കമ്പനിയുടെ ഏതൊക്കെ ഏജൻസികളുണ്ടോ ആ ഏജൻസികളൊക്കെ ഈ തട്ടിപ്പ് കമ്പനിയുടെ തട്ടിപ്പ് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ED അന്വേഷിക്കുന്നു, CBIയുടെ അന്വേഷണത്തിൽ ആലോചന നടക്കുന്നു, ഇൻകം ടാക്സ് അന്വേഷിക്കുന്നു, അതുപോലെ തന്നെ GST അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇന്ന് നടന്നത് EDയുടെ കടും വെട്ടാണ്. ED ആണ് ഇവരുടെയൊക്കെ ഇന്നത്തെ പ്ലാൻ പൊളിച്ചതിൻ്റെ മുഖ്യ സൂത്രധാരൻ അല്ലെങ്കിൽ മുഖ്യ കാരണം എന്ന് പറയുന്നത് ED ആണ്. EDയുടെ ക്വസ്റ്റ്യൻ ചെയ്യലിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ഉച്ചയോടുകൂടി ഇവരുടെ മറ്റേതെങ്കിലും അക്കൗണ്ടിൽ നിന്ന്, മറ്റു സംസ്ഥാനങ്ങളിലെ അക്കൗണ്ടിൽ നിന്ന് പണം പമ്പ് ചെയ്യാനുള്ള ഇവരുടെ ഗൂഢമായ നീക്കം പൊളിച്ചത് ED ആണ്. ED എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള ED അല്ല, അങ്ങ് ഉത്തരേന്ത്യയിലെ ED ആണ് ഇറങ്ങിയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എല്ലാവരും EDയുടെ ക്വസ്റ്റ്യന് മുമ്പിൽ ജപ പറയുകയായിരുന്നു എന്നാണ് മനസ്സിലായത്. അപ്പോൾ ഇന്ന് 50ഓളം പേരെയാണ് ED ക്വസ്റ്റ്യൻ ചെയ്ത് വിട്ടയച്ചത്. ആരെയും തന്നെ ഇന്ന് അറസ്റ്റ് ചെയ്തിട്ടില്ല. അടുത്ത ദിവസങ്ങളിൽ അറസ്റ്റ് ഉണ്ടാവും എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ആരൊക്കെ അറസ്റ്റിലാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 100-ലധികം പേര് ഇതിൽ നിന്ന് മുഖ്യമായും വരുമാനം ഉണ്ടാക്കിയ എല്ലാവരും തന്നെ ചിലപ്പോൾ അറസ്റ്റായിരിക്കും. ഇവർ കേരളം കണ്ട അല്ലെങ്കിൽ ഇന്ത്യ കണ്ട വലിയ തട്ടിപ്പാണ് നടത്തിയത്. അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ അറസ്റ്റായിരിക്കും ഇവരുടെ അറസ്റ്റിലേക്ക് നയിച്ചു കഴിഞ്ഞാൽ ഏറ്റവും വലിയ അറസ്റ്റായിരിക്കും. ഇത്രയധികം കോടീശ്വരന്മാർ അറസ്റ്റിലാകുന്ന ആദ്യത്തെ തട്ടിപ്പ് കേസായിരിക്കാം ചിലപ്പോൾ ഇത്. അപ്പോൾ ഇവരുടെ ED എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ എല്ലാ വിവരങ്ങളും അറിഞ്ഞിട്ടാണ് ED അന്വേഷണത്തിന് വന്നിരിക്കുന്നത് എന്നറിയാം. അപ്പോൾ ഇവരുടെ ആദ്യത്തെ തട്ടിപ്പായിരുന്ന പുതപ്പ് മുതൽ അല്ലെങ്കിൽ ഫ്രാഞ്ചൈസി മുതൽ പിന്നെ ഇപ്പോഴത്തെ റെഡീം കൂപ്പൺ, ക്രിപ്റ്റോ, എല്ലാത്തിൻ്റെയും ചോദ്യങ്ങളാണ് ഇവരോട് ചോദിച്ചിരുന്നത്. എല്ലാത്തിലും ഉത്തരം മുട്ടിയാണ് ഇവർ അവിടെ നിന്ന് ഇറങ്ങിയത്. എല്ലാവരും തന്നെ ഭയപ്പെട്ടത് ഇന്ന് തന്നെ അറസ്റ്റ് ഉണ്ടാവും എന്നാണ്. പക്ഷേങ്കിൽ കൂടുതൽ ആൾക്കാരെ ചോദ്യം ചെയ്യുകയും കമ്പനിയുടെ മുതലാളിമാർ തന്നെ ആദ്യം അറസ്റ്റ് ചെയ്യണം എന്നുള്ള
തീരുമാനത്തിലാണെന്ന് തോന്നുന്നു ED എത്തിയിരിക്കുന്നത്. അല്ലാതെ ഈ ചെറിയ നാട്ടുകാരെ പറ്റിച്ച് ചെറിയ ചെറിയ പൈസക്ക് 10,000 പറ്റിച്ച ആൾക്കാരെയൊക്കെ അറസ്റ്റ് ചെയ്തിട്ട് എന്തിനാണ്? അവർ ചിലപ്പോൾ ഒന്നും അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. അവരൊക്കെ ഇത് ദൈവത്തിൻ്റെ പ്രൊജക്റ്റാണ് എന്ന് വിചാരിച്ചിട്ടായിരിക്കും ചിലപ്പോൾ ആൾക്കാരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്, അല്ല ആൾക്കാരെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും തന്നെ അടുത്ത ദിവസം അറസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഈ കമ്പനിയെക്കുറിച്ച് ഇനി നിങ്ങൾ ഒന്നും തന്നെ ₹1 ഇപ്പോൾ എഴുതി വെച്ചോളൂ. ₹1 നിങ്ങൾക്ക് തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. അത്തരത്തിലുള്ള സംഭവങ്ങൾ ED ചെയ്തിട്ടുണ്ട് എന്നാണ്. ₹1 ട്രാൻസാക്ഷൻ ഇനി നിങ്ങൾക്ക് കിട്ടില്ല എന്നുള്ള ഉറപ്പ്. നിങ്ങൾക്ക് ഇന്ത്യയിലെ നിയമവ്യവസ്ഥയെ വിശ്വാസം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ EDയെ വിശ്വാസം ഉണ്ടെങ്കിൽ, CBIയെ വിശ്വാസം ഉണ്ടെങ്കിൽ, കോടതിയെ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പാക്കാം, നിങ്ങൾക്ക് ₹1 പോലും ഇനി കമ്പനിക്ക് തരാൻ പറ്റില്ല. കമ്പനിക്ക് അല്ലെങ്കിൽ ശ്രീനാഥ് പ്രതാപിന് തരണമെന്ന് ആഗ്രഹമുണ്ട്. കുറച്ചു കാലം കൂടി തട്ടിപ്പിൽ നിന്ന്, ആൾക്കാരുടെ കേസിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കൂടി അതിനുള്ള വഴികളും ED ഇന്ന് അടച്ചിരിക്കുകയാണ്. ഇന്ന് ശ്രമിച്ചിരുന്നത് ഹൈദരാബാദിൽ നിന്ന് ഇവിടേക്ക് അക്കൗണ്ടിലേക്ക് പൈസ ഇടാനുള്ള ശ്രമമാണ് നടത്തിയിരുന്നത്. അപ്പോൾ അതാണ് ഇന്നത്തെ EDയുടെ അറസ്റ്റിനെ തുടർന്ന് എല്ലാം തന്നെ ബ്ലോക്കായത്. എന്നിട്ടും ഇവർ കളവ് പറയുകയാണ് 2-ാം തീയതിയിലേക്ക് എല്ലാം തന്നെ ശരിയാവുമെന്ന്. ഒരു പേപ്പർ വർക്കും ചെയ്യാതെ, ഒരു റിക്വസ്റ്റും കൊടുക്കാതെ എങ്ങനെയാണ് ഇവർക്ക് അക്കൗണ്ട് അൺഫ്രീസാക്കി കൊടുക്കുക എന്ന് ആരും തന്നെ ചോദിക്കുന്നില്ല. എല്ലാ അക്കൗണ്ടുകളും, എല്ലാ വാട്സപ്പ് അക്കൗണ്ടുകളും ഇവർ, വാട്സപ്പ് ഗ്രൂപ്പുകളും ഇവർ അഡ്മിൻ ഓൺലി ആക്കിയിരിക്കുന്നു. ഇപ്പോൾ അഡ്മിന്മാരോട് അല്ലെങ്കിൽ ലീഡർമാരോട് ചോദിക്കുമ്പോൾ ലീഡർമാർ പറയുന്നത് കമ്പനിയിലേക്ക് വിളിക്കൂ, നമ്മളും നിങ്ങളെപ്പോലെ മെമ്പർ മാത്രമാണ് എന്നാണ്. അവിടെ വരെ എത്തിയിരിക്കുന്നു. ലീഡർമാർ പോലും കൈമലത്തിയിരിക്കുന്നു എന്നതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എത്ര നാൾ ഇവരൊക്കെ ഒളിച്ചോടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് ദിവസം കൂടി മാത്രമേ ഒന്നുള്ള ഉത്തരവും കിട്ടിയിരിക്കുന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ ദിവസത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ഇതിലെന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് തെളിയിക്കാൻ പറ്റുമെങ്കിൽ തെളിയിക്കുക. വെല്ലുവിളിക്കുന്നു, നിങ്ങൾക്ക് ₹1 പോലും ഇനി കമ്പനിയുടെ ഭാഗത്ത് നിന്ന് തരാൻ സാധിക്കില്ല. നിങ്ങൾ എന്തെങ്കിലും കേസ് കൊടുത്താൽ മാത്രം, എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് പൈസ ലഭിക്കുന്നതാണ്. ഇത് ഞാൻ പറയുന്നത് ഞാൻ സാഡിസ്റ്റ് ആണെന്നോ മറ്റെന്തോ പറഞ്ഞിട്ട് കാര്യമില്ല. യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാനുള്ള ബോധം വേണം എന്ന് മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ. അപ്പോൾ ബൈ.